പാലക്കാട് ടാങ്കർ ലോറിയിൽ നിന്നും ഓക്സിജൻ ലീക്കായി. ദേശീയപാത കല്ലടിക്കോട് കരിമ്പ പനിയമ്പാടത്താണ് ടാങ്കർ ലോറിയിൽ നിന്ന് വൻതോതിൽ ഓക്സിജൻ ലീക്കായത്. പുകപടലം പോലെ ഓക്സിജൻ അന്തരീക്ഷത്തിൽ പടർന്നതോടുകൂടി നാട്ടുകാർ പരിഭ്രാന്തിയിലാവുകയായിരുന്നു. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ശ്രീകുമാരൻ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. എപ്പോഴാണ് ഈ സംഭവം, എന്താണ് സംഭവിച്ചത്? നാട്ടുകാരുടെ ആശങ്ക മാറ്റുന്നതിന് വേണ്ട നടപടികളൊക്കെ പിന്നീട് വളരെ പെട്ടെന്നുണ്ടായോ ശ്രീത്ത്? ടി.കെ. അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. പാലക്കാട് ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയിൽ നിന്നാണ് ഇത്തരത്തിൽ ഓക്സിജൻ ലീക്കായത്. ആദ്യഘട്ടത്തിൽ ആളുകൾ പരിഭ്രാന്തരായി, മറ്റെന്തോ വാതകമാണ് എന്നായിരുന്നു ധരിച്ചത്. എന്തായാലും ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു അവരെത്തി. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മെഡിക്കൽ ആവശ്യത്തിനായി ആശുപത്രികളിലേക്ക് മറ്റോ കൊണ്ടുപോകുന്ന ഓക്സിജൻ ടാങ്കർ ആയിരുന്നു അത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി ആ പ്രശ്നം താൽക്കാലികമായെങ്കിലും പരിഹരിച്ചിട്ടുണ്ട്. ലോറി ഇപ്പോൾ അവിടെ തന്നെ മറ്റൊരു ദിശയിലേക്ക് മാറ്റി ഇട്ടിട്ടുണ്ട്. എന്തായാലും ദേശീയപാതയാണ്, അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ രീതിയിൽ തന്നെ മാറ്റണമെന്ന നിർദ്ദേശം നാട്ടുകാരും നൽകിയിരുന്നു. അവരുടെ ആവശ്യം പരിഗണിച്ചാണ് മറ്റൊരു മേഖലയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ ടാങ്കറിലെ ചെറിയൊരു തകരാറാണ് ഇത്തരത്തിൽ ഓക്സിജൻ ലീക്കാവാൻ കാരണമെന്നാണ് പറയുന്നത്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഏതാണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ ദൃശ്യങ്ങൾ കണ്ട് നാട്ടുകാർ ഏതാണ്ട് പരിഭ്രാന്തരായി എന്നതാണ് അവസ്ഥ. ശരി, ആശുപത്രി ആവശ്യങ്ങൾക്കായി കൊണ്ടുപോയ ഓക്സിജൻ എന്നാണ് മനസ്സിലാക്കുന്നത്. പാലക്കാട്ടാണ് ടാങ്കർ ലോറിയിൽ നിന്നും ഓക്സിജൻ ലീക്കായത്. ഇങ്ങനെ പുകയുയരുന്നത് കണ്ട് നാട്ടുകാർ പരിഭ്രാന്തിയിലായി. പിന്നീട് ഫയർഫോഴ്സ് എത്തി അവരുടെ ആശങ്ക മാറ്റുന്ന തരത്തിലുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.